നമസ്കാരം. ഷിഹാബ് ഷാ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനെ കുറിച്ച് പല വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ദുബായ് കേന്ദ്രീകരിച്ച് ബുർജ് ഖലീഫയിൽ വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനേകം പ്രവാസി മലയാളികളെ അദ്ദേഹം പറ്റിച്ചു. തൃശ്ശൂരുകാരനാണ്, വ്യാജ ഡോക്ടറാണ്. എന്തെല്ലാം കള്ളത്തരങ്ങൾ കാണിക്കാമോ അതൊക്കെ കാണിച്ച് തട്ടിപ്പ് ഒരു കച്ചവടമായി എടുത്ത് വയനാട് വൈത്തിരിയിൽ ബാണാസുര സാഗർ അണക്കെട്ടിനടുത്ത് ഒരു വില്ലാ പ്രോജക്റ്റിലൂടെയാണ് ആദ്യം പറ്റിക്കുന്നത്. വില്ലാ പ്രോജക്റ്റിന് പണം കൊടുത്ത ആളുകളെയൊക്കെ പറ്റിച്ചുകൊണ്ട് അതേ ഭൂമി തന്നെ വെച്ച് കെൻസ വെൽനസ് എന്ന പേരിൽ പണം പിരിച്ച് തട്ടിപ്പ് നടത്തി. പണം മുടക്കിയവരൊക്കെ കേസ് കൊടുത്ത് അതെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇപ്പോഴതിൻ്റെ അവസ്ഥ കാണേണ്ടതാണ്. പച്ചക്കള്ളമാണ് ഷിഹാബ് ഷാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഭംഗിയായി നടക്കുന്നുവെന്ന്. പക്ഷേ ഞങ്ങളുടെ പ്രതിനിധി അവിടെ പോയി കണ്ടപ്പോൾ എല്ലാം ചതില് പിടിച്ച് ചിലന്തി വല കെട്ടി നശിച്ച് കിടക്കുക. അതെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുക. അങ്ങോട്ട് ഷിഹാബ് ഷായ്ക്കും ആൾക്കാർക്കും കയറാൻ പോലും കഴിയില്ല. ഷിഹാബ് ഷായ്ക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല. അനേകം ക്രിമിനൽ കേസുകൾ പ്രതിയായി ലുക്കൌട്ട് നോട്ടീസ് പോലീസ് ഇട്ടിരിക്കുക. ലുക്കൌട്ട് നോട്ടീസ് വെറുതെ പറയുന്നതല്ല, ലുക്കൌട്ട് നോട്ടീസിലാണ്. അവിടെ ദുബായിൽ ഇപ്പോൾ പണം നഷ്ടപ്പെട്ട ചിലർ കേസ് കൊടുത്തിട്ട് ട്രാവൽ ബാനും കിട്ടിയിരിക്കുക. വാസ്തവത്തിൽ ബുർജ് ഖലീഫയിൽ സ്വന്തം ഫ്ളാറ്റിൽ താമസിക്കുന്നു എന്ന് പറയുന്നത് പോലും പച്ചക്കള്ളമാണ്. അത് ഷിഹാബ് ഷായുടേതല്ല, വേറെ ഒരാളുടെ പേരിലുള്ള ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്നു എന്ന് മാത്രം. ഈ ഷിഹാബ് ഷായെ ഈ തട്ടിപ്പിന് മുഴുവൻ അവസരം കൊടുക്കുന്ന തരത്തിൽ വളർത്തിയത് അവിടെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്ളോഗറാണ്, ഷെരീഫ് എന്ന് പറയുന്ന കോഴിക്കോട് മുക്കംകാരൻ. ഈ വ്ളോഗർ ഷെരീഫിന്റെ പിന്തുണയിലാണ് ഷിഹാബ് ഷാ മുഴുവൻ തട്ടിപ്പ് നടത്തിയത്. വ്ളോഗർ ഷെരീഫാണ് ഷിഹാബ് ഷാ മഹാനായ ബിസിനസ്സുകാരനാണ് എന്ന് പറഞ്ഞത്. വ്ളോഗർ ഷെരീഫാണ് പറഞ്ഞത് ഷിഹാബ് ഷായുടെ പേരിൽ ഒരു കേസുമില്ലെന്ന്. വ്ളോഗർ ഷെരീഫാണ് പറഞ്ഞത് ഷിഹാബ് ഷാ സ്വന്തം ഫ്ളാറ്റിൽ ബുർജ് ഖലീഫയിൽ താമസിക്കുന്നെന്ന്. ഇയാൾ ഡോക്ടറാണ്. ഇതൊക്കെ പച്ചക്കള്ളമാണ്. അതിന് തെളിവുകളാണ് ഈ ലുക്കൌട്ട് നോട്ടീസ്. അതിന് തെളിവുകളാണ് ദുബായിലെ കേസിന്റെ വിശദാംശങ്ങൾ. അങ്ങനെ തട്ടിപ്പുകാരെ പ്രൊമോട്ട് ചെയ്ത് സാമ്പത്തിക ലാഭമുണ്ടാക്കി താൻ കോടീശ്വരനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് ഷരീഫ്. ഈ ഷരീഫിന് ഇപ്പോൾ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. ഷരീഫ് മഹാനായ ആളാണ്, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയും. എപ്പോഴൊക്കെ തട്ടിപ്പുകാർക്കെതിരെ മറുനാടൻ രംഗത്ത് വരുന്നു അപ്പോഴൊക്കെ ഷെരീഫും രംഗത്ത് വരും. കാരണം ഷെരീഫ് ഇവരുടെയൊക്കെ പേറോളിലുള്ള ആളാവാം, നമുക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്തരം ആവേശത്തോടെ തട്ടിപ്പുകാരെ സ്തുതി പാടുമോ? എന്നാലും ഈ ഷെരീഫ് ഇക്ബാൽ മാർക്കോടി എന്ന പേരുള്ള ഗോൾഡൻ വിസ തട്ടിപ്പിൽ അറസ്റ്റിലായി ജയിലിലായ ആൾക്കെതിരെ മറുനാടൻ വാർത്ത കൊടുത്തപ്പോൾ സംരക്ഷിക്കാൻ ചെന്നിരുന്നു. ഇക്ബാൽ മാർക്കോണിയെ കുറിച്ച് പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞ് അയാൾ നാട്ടുകാരെ പറ്റിക്കാൻ ശ്രമിച്ചു. ആദിൽ സിദ്ദിഖ് എന്ന് പറയുന്ന ഒരുത്തൻ ഈ വിഷയത്തിൽ മറുനാടനെ ഭയപ്പെടുത്താൻ ശ്രമിക്കുക ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ട്. എന്നാൽ ഇവരെല്ലാം കൂട്ടത്തോടെ ജയിലിലായി. ഇക്ബാൽ മാർക്കോണി തന്നെ തുറന്ന് സമ്മതിച്ചു താൻ ദീർഘകാലം ജയിലിലായിരുന്നുവെന്ന്. അതോടൊരു ഷെരീഫ് അന്ന് ചെയ്ത വീഡിയോ ഒക്കെ മുക്കി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഈ തട്ടിപ്പുകാരുടെ തണലിൽ മറുനാടൻ വിരുദ്ധത മുതലാക്കി ഷെരീഫ് വളർന്ന് പന്തലിച്ചു. അതിനിടയിലാണ് നമ്മുടെ ബോച്ചെ അറസ്റ്റിലാവുന്ന സംഭവം ഉണ്ടാകുന്നത്. ഹണി റോസിനെതിരെ ആവേശപൂർവ്വം പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട്, വൃത്തികേട് പറഞ്ഞുകൊണ്ട് ഷെരീഫ് രംഗത്ത് വന്നു. ഹണി റോസിനെ കണ്ട പുരുഷന്മാരെല്ലാം വഴിതെറ്റിപ്പോകുന്ന പറഞ്ഞ് വളരെ മോശം ഭാഷയിൽ ഹണി റോസിനെ അപമാനിച്ചുകൊണ്ടാണ് ഷെരീഫ്. മുഴുവൻ ഭാഗം ഞാൻ കാണിക്കുന്നില്ല, ചില പരാമർശങ്ങൾ മാത്രം കേൾക്കുക. ഹണി റോസ് 30 പേർക്കെതിരെ കേസ് കൊടുത്ത് അത് കേസെടുത്തു എന്ന് ഇന്ന് പത്രത്തിൽ വായിക്കാനിടയായി. സഭ്യമായ ഒരു ഡ്രസ്സ് ഇട്ടുകാട്ട് ഇവിടെ ഒരുപാട് പെണ്ണുങ്ങൾ വന്ന് നടിമാർ ഇവിടെ ഉദ്ഘാടനം ചെയ്തു പോകുന്നുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഹണി റോസിന് എന്താ, ഒരു അല്പധാരിയായ ഒരു ഡ്രസ്സ് ഇടും. അതിൻ്റെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ മുഴുവനും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കാണുകയാണ്. ഒരു ഉള്ളിത്തോല് പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടുകാട്ട് ഈ ഉദ്ഘാടനത്തിന് വരിക. അത് കാണാൻ വേണ്ടി മാത്രമാണ് ചെറുപ്പക്കാർ പോണത്, അല്ലാതെ ഓളെ കാണാനല്ല. ബോച്ചെ പറഞ്ഞതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം നല്ലൊരു ഡ്രസ്സ് ഇട്ട് വന്നാൽ ഇവിടെ എത്ര നടിമാർ ഈ ദുബായിലും നമ്മളെ ഇന്ത്യയിലൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തു പോണ്. ആരെങ്കിലും ഇങ്ങനെ സഭ്യമായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് കേരള പോലീസിനോടൊന്നും പറയാനുള്ളത്, ഇവരൊക്കെ വന്ന് കേസ് കൊടുക്കുമ്പോഴത്തിന് നിങ്ങൾ ഈ പാവങ്ങളുടെ പേരിൽ കേസ് എടുത്ത് പോലെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്വത്തിനും നമ്മളെ ജീവിതത്തിനും പ്രൊട്ടക്ഷൻ തരാനാണ് നിങ്ങളെ ഏൽപ്പിച്ചത്. ഞങ്ങളെ നികുതി പണം നിങ്ങൾക്ക് ശമ്പളമായി തന്നുകൊണ്ട് അത് ഇതുമാതിരിയുള്ള കേസിനും നിങ്ങൾ കേസ് എടുത്തുകേട്ട് നടക്കണ്ട. നിങ്ങൾ ഈ ഒരുപാട് പാവങ്ങൾ കേസ് എടുത്തിട്ട് തന്നെ നിങ്ങൾ കേസ് എടുക്കുന്നില്ല. ഇതുമാതിരിയുള്ള ആൾക്കാരുണ്ട്, ഞങ്ങൾ പെട്ടെന്ന് കേസ് എടുക്കും. അത് നിങ്ങളൊന്ന് ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാട്ടോ. ഈ ഡോക്ടർ ഷിഹാബ് ഷായുടെ തട്ടിപ്പിനിരയായ ഒരു മാളുണ്ട് ഖത്തറിൽ. മാളുവാണ് വാസ്തവത്തിൽ ഈ തട്ടിപ്പിനിരയായ മനുഷ്യരെല്ലാം ഒരുമിപ്പിച്ച നിയമ പോരാട്ടം നടത്തുന്നത്. ഒരു മാധ്യമ പ്രവർത്തകയാണ് വാസ്തവത്തിൽ മാളു ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നേരെ പോലീസിനൊരു പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു. ഈ പരാതി ഷെരീഫിന് വീടിരിക്കുന്ന മുക്കത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കേരള പോലീസ് ഉഴപ്പുന്നതിന് വേണ്ടി മാളുവിനോട് വന്ന് സ്റ്റേറ്റ്മെന്റ് തരണമെന്ന് പറഞ്ഞു. മാളു മുക്കം പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ മുക്കം പോലീസ് പറഞ്ഞു എറണാകുളം സെൻട്രൽ പോലീസിലാണ് കൊടുക്കേണ്ടതെന്ന്. മാളു എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു. മൊഴി കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ
ഷരീഫിനെ പോലീസ് വിളിക്കുന്നു. ഷരീഫ് പേടിച്ച് കണ്ടം വഴി ഓടി. അപ്പോൾ തന്നെ ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തു. മഹാനാണ്, ഞാൻ ഒന്നിനും കീഴടങ്ങില്ല എന്ന് പറയുന്ന ഷരീഫ് പോലീസിന്റെ കോൾ വന്ന ആ സെക്കൻഡിൽ വീഡിയോ ഡിലീറ്റ് ചെയ്ത് രക്ഷപ്പെട്ടു. മാത്രമല്ല, ഈ കേസ് പോലീസ് ഗൗരവത്തോടെ എടുത്തിരിക്കുന്നു. ഹണി റോസും ഈ പരാതിയുടെ ഭാഗമാവുന്നുണ്ട്. ഷരീഫിനെതിരെ പോലീസ് എഫ്ഐആർ ഇടും, ജാമ്യമില്ല വകുപ്പ് ചുമത്തും എന്നാണ് റിപ്പോർട്ടുകൾ. വളരെ കൗതുകമുണർത്തുന്ന ഒരു വാർത്തയാണ്. കാരണം ഈ തട്ടിപ്പുകാരെ മഹാന്മാരാക്കി ഷരീഫ് തടിച്ചു കൊടുക്കുകയായിരുന്നു. ആ ഷരീഫാണ് പോലീസിന്റെ ഒരു കോളിൽ തന്നെ വിരണ്ടു പോയത്. ആ ഷരീഫിനെതിരെയാണ് ഇപ്പോൾ കേസെടുക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തട്ടിപ്പുകാരുടെ തണലിൽ വളർന്ന ഷെരീഫിനെതിരെ ഷോക്കാണ്. ഇനി UAE-യിലും കേസുണ്ടായേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. ട്രാവൽ ബാൻ അടക്കമുള്ളവ ഷിഹാബ് ഷായെ പോലെ ഒരുപക്ഷെ ഷരീഫിനും ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഷരീഫിനെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത്, സംസാരിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന കഴിവുണ്ട്. അത് സത്യത്തിനും നീതിക്കും വേണ്ടി ഉപയോഗിക്കണം. അത് തട്ടിപ്പുകാർക്ക് കുടപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ എന്തെങ്കിലും തിരിച്ച് പണി കിട്ടും എന്ന് തീർച്ചയാണ്. എത്രയോ നുണക്കഥകൾ ഈ ഷിഹാബ് ഷായ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എത്രയോ തവണ നിങ്ങൾ ഈ ഷിഹാബ് ഷായുടെ ഫ്ലാറ്റിൽ പോയി അയാൾ നീതിമാനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേ തനിയാവർത്തനമാണ് നിങ്ങൾ ഇക്ബാൽ മാർക്കോണിക്ക് വേണ്ടിയും ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ് വാസ്തവത്തിൽ കെണിയിൽപ്പെടുന്നത്. ഒരു സാധാരണക്കാരൻ്റെ പണം നിങ്ങൾ വഴി നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ആ തട്ടിപ്പ് വിളിച്ചു പറയുന്നവരെ നിങ്ങൾ അപമാനിച്ചാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഈ ഇരകൾക്ക് പണം നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമാകുമ്പോൾ നിങ്ങളുടെ തനിനിറം തിരിച്ചറിയും. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ അതിൻ്റെ തിരിച്ചടി ദൈവം നൽകാതിരിക്കില്ല.